വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല റിച്ച് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് ഫ്രൂട്ട് കേക്ക് ഇല്ലാതെ എന്താ ആഘോഷം അല്ലേ? അപ്പോൾ ഞാനിതിൽ പഞ്ചസാര കരിക്കുന്നൊന്നുമില്ല, അല്ലാതെ വേറൊരു കൂട്ടമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 9 മാസത്തോളം ഗ്രേപ്പ് വൈനിലിട്ട് വെച്ച ഫ്രൂട്ട്സാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിലിട്ട് വയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡിയിലിട്ട് വയ്ക്കാം, എന്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുന്നേ എങ്കിലും ഇട്ട് വയ്ക്കുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു 3 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു 1.5 കപ്പ് ഗ്രേപ്പ് വൈനിലിട്ട് വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 9 മാസത്തോളം ഇട്ട് വെച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഇതൊരു പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കാൻഡീഡ് ഓറഞ്ച് പീൽസ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, വാങ്ങിക്കാനും കിട്ടും, പക്ഷേ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓറഞ്ച് മിഠായി അല്ലെങ്കിൽ ഇഞ്ചി മിഠായി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം, എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, 1/2 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ നാരങ്ങയുടെ തൊലി ചുരണ്ടി എടുത്തുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കുക. അപ്പോൾ ഇത് എടുത്തു വെച്ചതിന് ശേഷം കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇല്ലേ, അതിനെ ഒന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഊറി വരുന്ന വൈൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ലാസ്റ്റ് നമ്മളൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കളയരുത്, അത് അവിടെ തന്നെ വെച്ചേക്കാം. ഇനി ആദ്യം ചെയ്യേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 225 ഗ്രാം ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റാൻഡ് മിക്സറിലോ ഹാൻഡ് മിക്സറിലോ അതൊന്നും രണ്ടും ഇല്ലെങ്കിൽ ഒരു നല്ലൊരു തടി ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പെയിൽ കളറായിട്ട് വരും. ഈ മഞ്ഞ കളർ മാറി കണ്ടോ, ചെറിയൊരു ക്രീമി കളറായിട്ട് വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്യുക. അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ഇപ്പോൾ 200 ഗ്രാം ബ്രൗൺ ഷുഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു പഞ്ചസാര കരിക്കുന്ന പരിപാടിയില്ല, അതിന് പകരം നമ്മൾ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിതിനെ ബീറ്റ് ചെയ്യണം കേട്ടോ. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഈ ഒരു പരുവത്തിലായിട്ട് വരും. ഈ സമയം തുടങ്ങി നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുത്ത് തുടങ്ങാം. മുട്ട ചേർത്തതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ആ മുട്ടയൊന്ന് മിക്സ് ചെയ്താൽ മതി. ഓരോന്നായിട്ട് ചേർക്കണം, ഒരുമിച്ച് ചേർക്കരുത്. 4 മുട്ടയും ഓരോന്നായിട്ട്, ഒരെണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് മാത്രമാണ് നമ്മുടെ ഓവൻ ഓണാക്കിയിടേണ്ടത് കേട്ടോ. അല്ലാതെ ആദ്യമേ നമ്മൾ ഓവൻ ഓണാക്കിയിടേണ്ട ആവശ്യമില്ല. ഈ മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഓണാക്കിയിട്ടാൽ മതി. 180 ഡിഗ്രിയിലാണ് 10 മിനിറ്റോളം നമ്മുടെ ഓവൻ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ 4 മുട്ടയും മിക്സ് ആയി കഴിഞ്ഞു. മിക്സ് ആയതിനു ശേഷമാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ബദാം പൊടിച്ച പൗഡറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ച പൊടി ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ സ്പൂണായിട്ടും ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ മിക്സായിട്ട് പോവരുത്. അപ്പം ഞാൻ ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ഏകദേശം ഒരു 5 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. എത്ര പ്രാവശ്യം അരിക്കുന്നോ അത്രയും പ്രാവശ്യം നമ്മുടെ പൊടിയിലേക്കും എയർ കയറും. എയർ കയറിയാൽ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരികയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടോ. ഈ പൊടി മുഴുവനും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഫ്രൂട്ട്സ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന വൈനുണ്ടല്ലോ, അത് കളയരുതെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നൊരു 1/4 കപ്പ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അതും കൂടെ ചേർത്ത് മിക്സ് ആയതിന് ശേഷം ഇനി നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചോ മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. 1/2 കപ്പ് കശുവണ്ടി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
എപ്പോഴും ശ്രദ്ധിക്കണം, ഓവർ മിക്സ് ആയി പോകരുത്, ജസ്റ്റ് അതൊന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. ഈ കശുവണ്ടി നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് മൈദപ്പൊടിയിൽ നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ മാത്രം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ സൈഡിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ കേക്ക് സൈഡൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ. അപ്പം അത് 2 കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 2 രീതിയിലും ഞാൻ കേക്ക് ടിന് പ്രിപ്പയർ ചെയ്ത് വെച്ചത്. കണ്ടോ, ഇതിൽ ഞാൻ അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ളൂ, സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. ജസ്റ്റ് ബട്ടർ തടവി കൊടുത്തിട്ടേ ഉള്ളൂ. മൈദ എടുത്തിട്ട് പോലുമില്ല, ജസ്റ്റ് ഒന്ന് ബട്ടർ തടവി കൊടുത്തതേ ഉള്ളൂ. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിൽ കശുവണ്ടി പരിപ്പ് ഒന്ന് വെച്ചിട്ട് അലങ്കരിച്ചിട്ട് നമ്മുടെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെക്കുക. എനിക്ക് ഏകദേശം ഒരു 1 മണിക്കൂറോളം എടുത്തിട്ട് കേക്ക് ബേക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടോട് കൂടി നമ്മൾ ഓവനിൽ നിന്ന് ഇറക്കി ആ ചൂടോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ച് മാറ്റി വെച്ചപ്പോൾ ഉള്ള ആ വൈനും ജ്യൂസും കൂടിയുള്ള മിക്സാണ്. അതിൽ നിന്ന് 1/4 കപ്പ് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു. ബാക്കി നമ്മൾ എടുത്ത് വെച്ചേക്കുക. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ അത് നല്ല ചൂടോട് കൂടി തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മുടെ കേക്ക് ടിന്നിൽ വെച്ച് തന്നെ തണുപ്പിക്കുക. എന്നിട്ട് ഇതുപോലൊരു ഷീറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടാമത്തെ ഞാൻ ആ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്കാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ ആ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിനെ കൂടുതലും ഒന്നും കൂടെ സോഫ്റ്റ് ആക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു വൈനിൻ്റെയും ഓറഞ്ച് ജ്യൂസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരുന്നത്. അപ്പം ഈ ഒരു കേക്ക് ഞാൻ ഇന്ന് തന്നെ മുറിക്കും, ഞങ്ങളിന്ന് മുറിച്ച് കഴിക്കും. പക്ഷേ ഈ കേക്ക് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമേ മുറിക്കുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഞാൻ ഇതുപോലെ ഇതെടുത്ത് നമ്മൾ ആ ഊരി വെച്ചിരിക്കുന്ന ആ വൈൻ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് കൊടുക്കും. രാവിലെ ഒരു നേരം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേയൊക്കെ ഒരാഴ്ചയല്ല, ഒരു 3-4 ദിവസം മുന്നേ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു കേക്ക് ഞാൻ പറഞ്ഞില്ല, ഇന്ന് തന്നെ ഞങ്ങൾ കട്ട് ചെയ്യുന്നത് കണ്ടോ, എത്ര സോഫ്റ്റാണെന്ന് നോക്കിയത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊന്നും സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഫ്രൂട്ട് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മൈദപ്പൊടിയിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തൊന്നും ഇട്ടില്ല, എന്നിട്ട് പോലും നമ്മുടെ കേക്ക് മിക്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ കേക്ക് പീസിൻ്റെ ഉള്ളു കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നല്ല ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, താഴെ മാത്രമൊന്നുമല്ല, എല്ലാ ഭാഗത്തേക്കും ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, സൈഡൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിലൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കത്തുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് നേരത്തെ, ഇപ്പം ഞാൻ 9 മാസം എന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഇട്ട് വെക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരാഴ്ച മുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് ആ കേക്കിൻ്റെ നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ വൈനൊക്കെ കയറിയിട്ട് നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കുമ്പോൾ ആ വൈനിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.